ഇന്ന് 12,617 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 1,17,720 പരിശോധനയാണ് നടന്നത്. മരണസംഖ്യ 141 ഇപ്പോൾ 1,437 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് രോഗവ്യാപനം കുറഞ്ഞു വരുന്ന പ്രവണതയാണുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.2%. കഴിഞ്ഞ 24 മണിക്കൂറിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.57%. ഏറ്റവും ഉയർന്ന നിരക്ക് തൃശ്ശൂർ ജില്ലയിലാണ്, 12.6%. അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.8% കണ്ണൂരാണ്. കണ്ണൂരിന് പുറമെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം ഇത്രയും ജില്ലകളിൽ 10%-ത്തിലും താഴെയാണ് TPR. ബാക്കി 7 ജില്ലകളിലും 10 മുതൽ 12.6% വരെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വ്യാപനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആ കുറവിൻ്റെ വേഗം പ്രതീക്ഷിച്ച നിലയിലല്ല. കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത് 605 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലാണ്. 339 മെച്ചപ്പെട്ടിട്ടുണ്ട്. 91 മോശമാവുകയും ചെയ്തു. ആശ്വസിക്കാവുന്ന സ്ഥിതിവിശേഷം എത്തണമെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5-ന് താഴെ എത്തിക്കാൻ സാധിക്കണം. കർശനമായ ജാഗ്രത തുറന്നേ മതിയാവും. ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. മാസ്കുകൾ ധരിക്കുക, ശാരീരിക അകലം പാലിക്കുക, ഇതൊക്കെ കൃത്യമായി പാലിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ മുൻകരുതൽ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ലോക്ക്ഡൗണിൽ കൂടുതൽ ഇളവുകൾ വരുത്താൻ നമുക്ക് സാധിക്കും. വീണ്ടും ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും കഴിയും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ വാക്സിൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുടെ വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്തു വരുന്നുണ്ട്. രോഗപ്രതിരോധത്തിനാവശ്യമായ ശക്തമായ നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ നടന്നു വരുന്നുമുണ്ട്. വാക്സിൻ വിതരണത്തിനാവശ്യമായ നടപടികൾ കൂടുതൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കോവാക്സിൻ പുതിയ സ്റ്റോക്ക് ലഭ്യമായി. രണ്ടാമത്തെ ഡോസ് ലഭിക്കേണ്ടവർക്ക് അത് നൽകാൻ കഴിയും. കുട്ടികളുടെ വാക്സിൻ
ഏതാനും മാസങ്ങൾക്കകം ലഭ്യമായി തുടങ്ങുമെന്നാണ് വാർത്തകളുള്ളത്. ലഭ്യമാകുന്ന മുറക്ക് കാലതാമസമില്ലാതെ നമ്മളത് വിതരണം ചെയ്യും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെല്ലാം വാക്സിനേഷൻ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യവും ഗൗരവമായി പരിഗണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകി കോളേജുകൾ തുറക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആലോചിക്കുന്നുണ്ട്. 18 വയസ്സ് മുതൽ 23 വരെയുള്ള വിഭാഗത്തിന് പ്രത്യേക കാറ്റഗറി നിശ്ചയിച്ച് വാക്സിനേഷൻ നൽകും. അവർക്ക് ആദ്യ ഡോസ് ഇപ്പോൾ നൽകി കൃത്യസമയത്ത് തന്നെ 2ാം ഡോസും നൽകിയാൽ നല്ല അന്തരീക്ഷത്തിൽ കോളേജുകൾ തുറക്കാനാകും. സ്കൂളുകളുടെ കാര്യത്തിൽ സ്കൂൾ അധ്യാപകരുടെ വാക്സിനേഷന് മുൻഗണന നൽകി പൂർത്തിയാക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ മൂന്നാമത്തെ കോവിഡ് തരംഗത്തെക്കുറിച്ച് വിവിധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൽ 2 സാധ്യതകളാണ് കാണുന്നത്. 2ാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം കുറയുന്നതിന് മുൻപ് തന്നെ അടുത്ത തരംഗം ഉണ്ടാകുക, ഇതാണൊരു സാധ്യത. സാമൂഹികമായ ഇടപെടലുകൾ കൂടുക, അങ്ങനെ വന്നാൽ വീണ്ടും രോഗവ്യാപനം ഉയരും. അതുവഴി അടുത്ത തരംഗം ഉണ്ടാവുകയും ചെയ്യാം. നിലവിലെ രോഗവ്യാപനം പരമാവധി പിൻവാങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത തരംഗമുണ്ടാകാം. ഇതാണ് 2ാമത്തെ സാധ്യത. അപ്പോൾ വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് ഇതിലേതെങ്കിലും ഒരു രീതിയിൽ മൂന്നാമത്തെ തരംഗം സംഭവിക്കാമെന്നാണ്. അതെപ്പോഴാണ് ഉണ്ടാവുക, അതിലും എത്ര തീവ്രമായിരിക്കും, ഈ 2 കാര്യത്തിലാണ് വ്യത്യസ്ത നിഗമനങ്ങളുള്ളത്. 2ാം തരംഗത്തോടൊപ്പം മൂന്നാമത്തെ തരംഗം ഉണ്ടാകുന്നത് കൂടുതൽ വിഷമകരമായ സാഹചര്യം സൃഷ്ടിക്കും. ആശുപത്രികളിലും മറ്റാരോഗ്യ സംവിധാനങ്ങളിലും നിലവിൽ നിരവധി രോഗികൾ ചികിത്സയിലുണ്ട്. പെട്ടെന്ന് തന്നെ അടുത്ത തരംഗമുണ്ടായാൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ശേഷിയെ അത് മറികടന്നേക്കും. അതുകൊണ്ട് ആ സാധ്യത പരിപൂർണമായി അടച്ചുകൊണ്ട് മൂന്നാമതൊരു തരംഗമുണ്ടാകുന്നത് ദീർഘിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം സമൂഹമെന്ന നിലക്ക് നാം ഏറ്റെടുക്കണം. ഉടനടി വീണ്ടുമൊരു ലോക്ക്ഡൗണിലേക്ക് പോവുക എന്നത് ഏവർക്കും ദുഷ്കരമായിരിക്കും. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും ആൾക്കൂട്ടത്തെ ഒഴിവാക്കിക്കൊണ്ടും
രോഗം പകരാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി എല്ലാവരും പാലിക്കണം. കൂടുതൽ വേഗത്തിൽ വ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതും രോഗപ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഈ രണ്ടുമുള്ളതോ ആയ വിധത്തിൽ ജനിതക വ്യതിയാനം വന്ന വൈറസുകൾ ഉണ്ടാകുമ്പോഴാണ് പുതിയ തരംഗമുണ്ടാകുന്നത്. ഇതുപോലെ ഉള്ള വൈറസ് ഉണ്ടാകുമ്പോൾ ജാഗ്രത കൈമോശം വരിക കൂടി ചെയ്താൽ തരംഗത്തിൻ്റെ തീവ്രത അതിശക്തമാകും. ആഗസ്റ്റ് മാസത്തിൽ ഓണം വരികയാണ്. കഴിഞ്ഞ വർഷവും ഓണത്തിന് ശേഷം രോഗവ്യാപനം കൂടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം ഘട്ടങ്ങൾ രോഗവ്യാപനം വർദ്ധിക്കാനുള്ള അവസരമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കോവിഡ് വൈറസിലുണ്ടായ ഒരു പുതിയ ആൽഫ വകഭേദം പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കോവിഡിന് കാരണമായ വൈറസ് നിരന്തരമായ ജനിതക വ്യതിയാനങ്ങൾക്ക് വിധേയമാവുകയാണ്. ഇതിനകം 40,000-ത്തിനടുത്ത് വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രസക്തമായ വകഭേദങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുന്നത് പ്രയാസമാണ്. വ്യാപന നിരക്ക്, തീവ്രത, രോഗപ്രതിരോധശേഷിയെ മറികടക്കാനുള്ള കഴിവ്, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധനകൾക്ക് വിധേയമാക്കും. ഇപ്പോൾ ഉണ്ടായത് ഡെൽറ്റ വൈറസിൽ സംഭവിച്ച നേരിയ മാറ്റത്തിൻ്റെ ഭാഗമായ വകഭേദമാണ്. അത് വൈറസ് ഉണ്ടാക്കുന്ന രോഗബാധയുടെ തീവ്രതയെ വർദ്ധിപ്പിക്കും എന്ന് ഭയപ്പെടേണ്ടതില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 3 രോഗികളിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. അവരിലുണ്ടായ രോഗബാധ പഠനവിധേയമാക്കിയപ്പോൾ മൂന്നാമത്തെ തരംഗത്തിനുള്ള കാരണമായി ഈ വകഭേദം മാറില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരമായ ജനിതക സീക്വൻസിംഗ് നടത്തി ജനിതക വ്യതിയാനങ്ങളെ കണ്ടെത്താനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയും കോഴിക്കോട് മെഡിക്കൽ കോളേജും ആ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതിനു പുറമെ രാജ്യത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബയോളജി എന്ന സ്ഥാപനവും ഈ പഠനങ്ങൾ നടത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ കഴിഞ്ഞ 7 ദിവസത്തെ ശരാശരി അനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% താഴെയുള്ള 8% താഴെയുള്ളവരെ എ വിഭാഗം എന്ന് പറയാം. അത് 277 പ്രദേശങ്ങളാണ്. ഇപ്പോൾ TPR
8-നും 16-നും ഇടയിലുള്ള ബി വിഭാഗത്തിൽ 575 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. 16-നും 24-നും ഇടയിൽ TPR ഉള്ള 171 പ്രദേശങ്ങൾ, അതാണ് സി വിഭാഗത്തിൽ. 11 TPR 24%-നും മുകളിലാണ്. അവരാണ് ഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ വിഭാഗീകരണം അനുസരിച്ചായിരിക്കും ജൂൺ 24 വ്യാഴാഴ്ച മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. ഇപ്പോൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബാങ്കിലോ ബാങ്കിൻ്റെ ബ്രാഞ്ചിലോ പ്രവേശനമുണ്ടാവില്ല എന്ന നിബന്ധനയോടെ ചൊവ്വ വ്യാഴം ദിവസവും ബാങ്കുകൾക്ക് പ്രവർത്തനാനുമതി നൽകും. കാറ്റഗറി എയിലും ബിയിലും പെട്ട പ്രദേശങ്ങളിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും 50% വരെ ജീവനക്കാരെയും, കാറ്റഗറി സിയിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും 25% വരെ ജീവനക്കാരെയും ഉൾപ്പെടുത്തി പ്രവർത്തനം അനുവദിക്കും. ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, ആൾക്കൂട്ടം ഒഴിവാക്കൽ പരമപ്രധാനമാണ്. വ്യത്യസ്തങ്ങളായ യോഗങ്ങൾ ചേരുന്ന നാടാണ് നമ്മുടേത്. അവയെല്ലാം പരമാവധി ഓൺലൈനാക്കുകയാണ് വേണ്ടത്. തമിഴ്നാട് അതിർത്തിയുടെ ഭാഗമായി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവിടെ പ്രവർത്തിക്കുന്ന മദ്യഷാപ്പുകൾ ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കില്ല, അത് അടച്ചിടും. അത് ലോക്ക്ഡൗണാണ്. അവിടെ എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലെത്തി ജോലി ചെയ്യുന്നവരുണ്ട്. ജോലി ചെയ്യുന്നതിന് കഴിയാവുന്നത്ര സൗകര്യമുണ്ടാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അപ്പോൾ അതിനാവശ്യമായ ടെസ്റ്റ് നടത്തുകയും റിസൾട്ട് ലഭ്യമാക്കുകയും വേണം. അതിൽ പ്രധാനം തമിഴ്നാട്ടിൽ ലോക്ക്ഡൗണാണ്. അപ്പോൾ ഇവിടെ വന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് തമിഴ്നാട്ടിൽ പോയി പിറ്റേ ദിവസം വീണ്ടും ഇടുക്കിയിലേക്ക് വരിക, അത് സാധാരണ അന്തരീക്ഷത്തിൽ നടക്കാം. ഇപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. കാരണം ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന പ്രദേശം, അവിടുന്ന് ജോലി എടുക്കാൻ വരുമ്പോൾ ടെസ്റ്റ് നടത്തി പ്രശ്നമൊന്നുമില്ല, കോവിഡ് ബാധിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോകുന്നത് ലോക്ക്ഡൗൺ നടപ്പാക്കിയ സ്ഥലത്തേക്കാണ്. അത് വലിയ വിഷമമാകും. അതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും UAE പോകുന്ന യാത്രക്കാരുണ്ട്. അവർ യാത്ര പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപെടുത്ത
റാപ്പിഡ് ടെസ്റ്റ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി ജൂൺ 23 പുറത്തിറക്കിയ മാർഗരേഖയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മാർഗരേഖയിൽ നിഷ്കർഷിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ യാത്രക്ക് സഹായകരമാകും വിധം സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലും HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെ കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം COVID-19 മോളിക്യുലർ ടെസ്റ്റിംഗ് ലാബറട്ടറി ആരംഭിക്കുന്നതിന് സന്നദ്ധമായിട്ടുണ്ട്. അതിനുള്ള അനുമതി ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ സത്വര നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവേശനം അനുവദിക്കുന്നതാണ് ആലോചിക്കുന്നത്. 15-ൽ അധികരിക്കാതെ അനുവദിക്കാനാണ് ആലോചന. കോവിഡ് രോഗികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അംഗങ്ങളുടെ എണ്ണം പരമാവധി കുറച്ച് കർശന നിയന്ത്രണങ്ങളോടെ ടെലിവിഷൻ പരമ്പര ചിത്രീകരണത്തിന് അനുമതി നൽകുന്നതും ആലോചിച്ചിട്ടുണ്ട്. ഇൻഡോർ ചിത്രീകരണം ആണ് അനുവദിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ അനുമതി നൽകുന്ന കാര്യം ആലോചിക്കും. വാക്സിൻ 2 ഡോസും എടുത്തവരെ അനുവദിക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. പുതുതായി 3 ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർമൈക്കോസിസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 79 കേസുകളാണ്. അതിൽ 59 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 9 പേർ രോഗവിമുക്തരായി. 15 പേർ മരണപ്പെട്ടു. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇത് തടയുന്നതിന് ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റർ എന്ന സംവിധാനം എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. അതിക്രമത്തിനിരയാകുന്ന വനിതകളുടെ പരാതി ജില്ലാ പോലീസ് മേധാവിമാർ ഓൺലൈൻ സംവിധാനത്തിലൂടെ നേരിട്ട് കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന നടപടിയാണിത്. ഈ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില മരണങ്ങൾ നമ്മെ എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. സ്ത്രീധന പീഡനത്തിൻ്റെ ഫലമായി പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാകുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. അത്തരം വിഷയങ്ങൾ ഗൗരവമായി കണ്ട് നേരിടുകയും
കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. വനിതകൾ നേരിടുന്ന സൈബർ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അപരാജിത ഓൺലൈൻ എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച് പരാതികൾ നൽകുന്നതിന് ഇനി അങ്ങോട്ട് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പരാതികളുള്ളവർക്ക് aparajita.pol@kerala.gov.in എന്ന വിലാസത്തിലേക്ക് മെയിൽ അയക്കാം. ഈ സംവിധാനത്തിലേക്ക് വിളിക്കാനുള്ള മൊബൈൽ നമ്പർ വേറെയുണ്ട്. അത് നാളെയാണ് നിലവിൽ വരിക. ആ നമ്പർ ഇപ്പോൾ പറയാം: 94 97 99 69 92. ഇതുകൂടാതെ പോലീസ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ കൺട്രോൾ റൂമിലും പരാതികൾ അറിയിക്കാവുന്നതാണ്. അവിടെ 2 നമ്പറുണ്ട്. ഒന്ന് 94 97 90 09 99. അടുത്ത നമ്പർ 94 97 90 02 86. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും അന്വേഷിക്കുന്നതിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനിയെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു വനിതാ SI അവരെ സഹായിക്കും. 94 97 99 99 55 എന്ന നമ്പറിൽ നാളെ മുതൽ പരാതികൾ അറിയിക്കാം. ഏത് പ്രായത്തിലുമുള്ള വനിതകൾ നൽകുന്ന പരാതികൾക്ക് മുന്തിയ പരിഗണന നൽകി പരിഹാരമുണ്ടാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 7581 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4950 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് പിഴയായി 29,26,000 രൂപ ഈ കഴിഞ്ഞ ദിവസം ഒടുക്കിയിട്ടുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ മലയാളി കായിക താരങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു. ഒളിമ്പിക്സ് യോഗ്യത നേടിയ 10 പേർക്കും പാരാലിമ്പിക്സിന് യോഗ്യത നേടിയ സിദ്ധാർത്ഥ ബാബുവിനുമായി ആകെ 85 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പരിശീലനത്തിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായാണ് ഈ തുക. KT ഇർഫാൻ, മുഹമ്മദ് അനസ്, VK വിസ്മയ, ജിസ്ന മാത്യു, നേഹ നിർമ്മൽ, ടോം, M ശ്രീശങ്കർ, PR ശ്രീജേഷ്, PU ചിത്ര, MB ജാബിർ, U കാർത്തിക്
എന്നിവർക്കാണ് തുക ലഭിക്കുക. ജൂലൈ 23-നാണ് 2021 ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുക. അടുത്ത ദിവസങ്ങളിൽ പട്യാലയിൽ നടക്കുന്ന നാഷണൽ സീനിയർ മീറ്റിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഒളിമ്പിക്സ് യോഗ്യത അതിനുള്ള അവസരമുണ്ട്. 43 മലയാളി താരങ്ങൾ നാഷണൽ ഡ്യൂട്ടിക്ക് ഇതിൻ്റെ മീറ്റിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വരുന്ന 45 ദിവസത്തിനകം 4 മുതൽ 6% വരെ പലിശയിൽ 30 കോടി രൂപയുടെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ആരംഭിക്കും. മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും ഈ തുക നൽകുക. ദുരിതാശ്വാസത്തിൽ സഹായം നല്ലതുപോലെ വരുന്നുണ്ട്. മലമ്പുഴ പുതുശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാദ്യാർ ചള്ള ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ സുബ്രഹ്മണി, കോയ എന്നിവർ 15,450 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കോട്ടയം ജില്ലയിലെ ഗ്രാമവികസന വകുപ്പിലെ 304 ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് 18,56,811 രൂപ. വിജിലൻസിൻ്റെ പൂജപ്പുരയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 8,73,603 രൂപ. കൊടകര ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷം. SPC സ്കൂൾ യൂണിറ്റുകൾ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, ജില്ലാ നോഡൽ ഓഫീസേഴ്സ് എന്നിവരും SPC കുടുംബങ്ങളും ചേർന്ന് സമാഹരിച്ച 5,83,601 രൂപ. ആയുർവേദിക് സീനിയർ ഫാക്കൽറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ് അസോസിയേഷൻ 5,50,01. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം രൂപ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ. കേരള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 5,30,000 രൂപ. 5,50,000 രൂപ. സിയാപ്റ്റ് എംപ്ലോയീസ് യൂണിയൻ 3,13,323 രൂപ. വെളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം. കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU 2,19,600 രൂപ. പാലക്കാട് ചിറ്റൂർ നന്ദിയോട് ക്ഷീരോത്പാദക സഹകരണ സംഘം 2 ലക്ഷം രൂപ. ഇന്ത്യൻ നേവൽ വെറ്ററൻ സെയിലേഴ്സ് ഫോറം കൊച്ചി ചാർട്ടർ 1,11,111 രൂപ. വടകര നിയോജക മണ്ഡലത്തിലെ പുതുപ്പണം ചീനമ്പീട് UP സ്കൂൾ മാനേജ്മെൻറ്റ് ജീവനക്കാരും 1,01,111 രൂപ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗമായ K. ബൈജുനാഥ് 1 ലക്ഷം രൂപ. കൊല്ലം കിളികൊല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് 1 ലക്ഷം രൂപ. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അവരംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച 1 ലക്ഷം രൂപ. കൊല്ലം ചിതറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച N. രാഘവൻ തൻ്റെ പെൻഷൻ തുകയിൽ നിന്നും പ്രതിമാസം 1000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് സമ്മതപത്രം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്തുന്ന ബ്ലൂ പ്ലാനറ്റ് എൻവയോൺമെൻറ്റൽ സൊല്യൂഷൻസ്
90 സ്റ്റേഷനറി ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ നൽകി. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.